എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 2025 ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ക്രൈം ആക്ഷൻ ത്രില്ലർ മലയാളം സിനിമയാണ്. ഇതിനകത്ത് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിത്തു അഷ്റഫാണ്. എഴുതിയിരിക്കുന്നത് ഷഹീ കബീറാണ്. പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് കുഞ്ചാക്കോ ബോബൻ, വിശാഖ് നായർ, ജഗദീഷ്, പ്രിയാമണി എന്ന ആക്ടേഴ്സാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി പൊതുവിൽ എനിക്ക് മലയാളം സിനിമയിലെ പോലീസ് പശ്ചാത്തലത്തിൽ എടുക്കുന്ന സിനിമകൾ, അതും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസ് പശ്ചാത്തലത്തിൽ എടുക്കുന്ന സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്യാറുള്ളൊരു സാധനമാണ് മലയാളത്തിൽ അങ്ങനത്തെ ഒരു സെറ്റിങ്ങിലുള്ള സിനിമ. ഓഫീസർ ഓൺ ഡ്യൂട്ടി അങ്ങനെ തന്നെയാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഹാഫ് മൊത്തം എനിക്ക് സത്യത്തിൽ നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു. കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ക്യാരക്ടർ, ഫസ്റ്റ് ഓഫ് ഓൾ ആ മനുഷ്യൻ്റെ അഭിനയം ഒരു രക്ഷയില്ല, നമ്മളെ സമ്മതിച്ചു കൊടുത്തേണ്ടേ പറ്റത്തുള്ളൂ. നല്ല അഭിനയമാണ് കുഞ്ചാക്കോ ബോബൻ്റെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിറത്തിലൊക്കെ കണ്ടിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ ഇതിനകത്ത് വരുമ്പോൾ എന്തുമാത്രം റേഞ്ചുള്ളൊരു ആക്ടറായിരിക്കുന്നു എന്ന് കാണുമ്പോൾ ശരിക്കും നമുക്ക് സന്തോഷം തോന്നും. നമ്മൾ കണ്ടു വളർന്ന നടനല്ലേ, കുട്ടിക്കാലം മുതലേ ഞാൻ കണ്ടിട്ടുള്ളൊരു നടനാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു നടനാണ്, ഒരു പോസിറ്റിവിറ്റി ഉള്ള നടനാണ്. എന്നിട്ട് ഇതിനകത്ത് അത്യാവശ്യം നല്ല നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നുമുണ്ട് നായകനായിട്ട് കൂടി. ശരിക്കും നല്ലോണം കുഞ്ചാക്കോ ബോബൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ കനോട്ട് സേ ദ സെയിം ഫോർ ദ റെസ്റ്റ് ഓഫ് ദ മൂവി. ഫസ്റ്റ് ഹാഫ് നല്ലോണം ബിൽഡപ്പൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫിൻ്റെ ജസ്റ്റ് എൻഡ് തൊട്ട് സെക്കൻഡ് ഹാഫ് ഇതിനകത്തെ വില്ലന്മാർ കയറി കഴിയുമ്പോൾ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഈ സിനിമയിലെ വില്ലന്മാരെ ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. പർട്ടിക്കുലർലി വിശാഖ് നായരുടെ ക്രിസ്റ്റി സീവിയോ എന്ന് പറഞ്ഞ കഥാപാത്രം, അതുപോലെ കുറേ സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ലിയ മാമൻ, ഐശ്വര്യ രാജ്, റംസാൻ മുഹമ്മദ്, വിഷ്ണുജി വാര്യർ, അമിത് ഈപ്പൻ, ഇവരുടെ എല്ലാവരുടെയും ഈ ക്രിസ്റ്റി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സൈഡ് റോളിൽ വരുന്ന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചവരാണ് ഇത്രയും പേര്. ഇവരുടെയൊക്കെ റോളിൽ വന്ന ആക്ടേഴ്സും അവരുടെ അഭിനയവും വിശാഖ് നായരുടെ അഭിനയവും ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൽ കൂടെ ഉള്ളവരുടെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. വിശാഖ് നായർ വളരെ എനിക്കങ്ങനത്തെ വിശ്വസനീയമായിട്ട് തോന്നിയില്ലെന്നല്ല, അങ്ങനെ അഭിനയിക്കുന്നവർ കാണും. പക്ഷേ നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ കാണുന്ന കഞ്ചാവടിച്ച ചെക്കന്മാരില്ലേ, കഞ്ചാവടിച്ച വില്ലന്മാരില്ലേ, അത് ഇപ്പം നമ്മൾ തമ്മിലെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അവസാനം ഒരു വില്ലനുണ്ട്, എനിക്ക് അയാളുടെ പേരൊന്നും അറിയത്തില്ല. ആ വില്ലൻ്റെ ഒരു അതേ വൈബൊക്കെയാണ് ഇയാളുടെ അടുത്തുനിന്ന് കിട്ടിയത്. കുറച്ചും നല്ലോണം ഇംഗ്ലീഷ് പറയും എന്ന് എനിക്ക് തോന്നിയുള്ളൂ. വിശാഖ് നായർ നല്ല അഭിനേതാവായിരിക്കണം. എനിക്ക് അദ്ദേഹത്തിന് അധികം സിനിമകൾ അറിയത്തില്ല, അദ്ദേഹം നല്ല ഒരു ആക്ടർ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം കൊള്ളില്ല. അതുപോലെ ആ ഒരു ഫുൾ സ്റ്റോറി ലൈൻ, ഇനിയും സ്പോയിലേഴ്സിലോട്ട് പോവുകയാണ്, സ്പോയിലർ വാർണിംഗ് ഉണ്ട് ഇതിനകത്ത്. അദ്ദേഹത്തിൻ്റെ മോള്, ഈ കുഞ്ചാക്കോ ബോബൻ്റെ മകൾ മരിച്ചതും, അല്ലെങ്കിൽ മറ്റ് പല കഥാപാത്രങ്ങളുടെ മക്കളൊക്കെ മരിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തികളൊക്കെ മരിക്കുന്നത്, പലരും മരിക്കുന്നത് ഈ വില്ലന്മാർ പോയി ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ തൂക്കിക്കൊല്ലുന്ന ഒട്ടും വിശ്വസനീയമല്ല എന്ന് പറഞ്ഞാൽ ഒട്ടുമല്ല. എനിക്ക് ഒട്ടും എന്തുവാ ഇവർ കാണിക്കുന്നതെന്ന് തോന്നി. അങ്ങനെ ഓരോരുത്തരെ പോയിട്ട് സൈക്കോളജിക്കലി വീക്കല്ല ആൾക്കാർ, അത് ബിലീവബിൾ അല്ല. എല്ലാവരും അങ്ങനെ സൈക്കോളജിക്കലി വീക്കാണ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ അത്രയും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവർ സൈക്കോപാത്സ് ആണെന്നേ ഉള്ളൂ, അല്ലാതെ ഇവർക്ക് വലിയ അതിബുദ്ധിയുള്ള ആൾക്കാരായിട്ടൊന്നും ചിത്രീകരിച്ചിട്ടില്ല. ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരായിട്ടല്ല ഇതിനകത്ത് ഇവരെ കാണിച്ചിരിക്കുന്നത്. റാദർ കാണിച്ചിരിക്കുന്ന ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ളവരാണ്, ഒത്തിരി ചിന്തിക്കാത്ത വില്ലന്മാരായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ പോയിട്ട് ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ കൊന്നു എന്നൊക്കെ പറയുമ്പം എനിക്ക് വിശ്വസനീയമായില്ല. പോരായിരുന്നു സിനിമ എന്ന് തന്നെയാണ് തോന്നിയത്. കുഞ്ചാക്കോ ബോബൻ്റെ അഭിനയം വളരെ നല്ലതാണ്. അവസാനമുള്ള ഫൈറ്റ് സീൻസും ഫൈറ്റ് സീക്വൻസും ഒക്കെ നല്ലതാണെന്ന് ഇങ്ങനെ പലരും റിവ്യൂ പറയുന്നത് കേട്ടു. ഒരു മോർച്ചറിയിലൊക്കെ ഉള്ളൊരു ഫൈറ്റ് സീനുണ്ട്, എനിക്കൊന്നും അങ്ങോട്ട് ക്ലിക്കായിട്ടില്ല. അത് വളരെ പേഴ്സണലായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു 2-3 സിനിമ ഞാൻ റിവ്യൂ ഇട്ടതിനകത്ത് ഒട്ടുമിക്ക എല്ലാത്തിനും, പൊന്മാൻ ഒഴിച്ച് ബാക്കി എല്ലാം 3 എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇതും അതുപോലെ തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. കൊള്ളില്ലേ സിനിമ. ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, കുഞ്ചാക്കോ ബോബൻ്റെ അഭിനയം അടിപൊളിയാണ്, അത് കാണാൻ വേണമെങ്കിൽ നമുക്ക് കാണാം. അതല്ലാതെ ഓവറോൾ ഈ സിനിമ പോരാ, ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ ടി വിയിലൊക്കെ വരുവാണെങ്കിൽ കാണാമെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈയിടെയായിട്ട് ഞാൻ കണ്ടുവരുന്നൊരു കാര്യമാണ്, മലയാള സിനിമയിൽ ഇത്രയും വയലൻസ് എന്തിനാണ്?
എല്ലാ സിനിമയിലും അങ്ങ് വയലൻസ്, ഒന്നെങ്കിൽ ഭയങ്കര ഫൺ കോമഡി പടം, അല്ലെങ്കിൽ ഭയങ്കര തീവ്രമായ വയലൻസ്. ഇതിനെ ഇടയ്ക്ക് നിർത്താൻ പറ്റില്ല. ഈ വയലൻസ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്, അത് കാണിക്കേണ്ടത് കാണിക്കണം, അല്ലാതെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കുറേ അങ്ങ് എനിക്കറിയത്തില്ല. എനിക്കത് മലയാളം സിനിമയിൽ ഈയിടെയായിട്ട് വന്നുകൂടിയിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ് കാണാൻ കൊള്ളാം. പിന്നെ പ്രിയാമണി ഇതിനകത്തുണ്ട്, എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, ചെറിയൊരു റോളിലുണ്ട്. ഷീസ് എ വെരി ഗുഡ് ആക്ട്രസ്, നല്ല ആക്ട്രസ്സാണ്. പക്ഷെ പുള്ളിക്കാരി എന്തിനാണ് ഇതിനകത്ത് കാസ്റ്റ് ചെയ്തത് എനിക്കറിയത്തില്ല. ജഗദീഷും കൊള്ളാം. ഓവറോൾ സിനിമ പോരാ. എന്തായാലും റിവ്യൂ കേട്ടതിന് ഒത്തിരി സന്തോഷം. ഇനിയുള്ള റിവ്യൂസും കേൾക്കും, സപ്പോർട്ട് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.